ഗൈസ്, വെൽക്കം ബാക്ക് ടു സകടമ വ്ളോഗ്സ്. സകടമ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന എവിടെയാണെന്നറിയാമോ? മാവേലി സ്റ്റോറിൽ. സപ്ലൈകോ രണ്ടും രണ്ടാണോ? രണ്ടും രണ്ടാ. മാവേലി സ്റ്റോറും സപ്ലൈകോയും ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തേ നമ്മൾ പോവുള്ളൂ. നമുക്ക് ഏതാണോ ഉള്ളത് അവൈലബിലിറ്റി അനുസരിച്ച് പോകുന്ന വഴിക്ക് നമുക്ക് ചെത്തിപ്പുഴയിലുണ്ട് ഒരെണ്ണം, അത് മാവേലി സ്റ്റോറല്ല. അതെന്തുവാ? അത് മാവേലി സ്റ്റോർ. മുന്തിരിക്കാവിലുള്ളത് മാവേലി സ്റ്റോർ. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ സാധനങ്ങളില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ചങ്ങനാശ്ശേരി നമ്പർ 1 ബസ് സ്റ്റാൻഡിൻ്റെ പുറകുവശത്തുള്ള സപ്ലൈകോയിലേക്ക് പോകും. അപ്പം എവിടെ നിന്നാണോ നമുക്ക് കിട്ടുന്നത് അവിടെ നമ്മൾ ഐറ്റം മേടിക്കും. വേണ്ടേ? ഗ്യാസ് തീർന്നു, ബുക്ക് ചെയ്തു, അവിടെ വരാൻ പോകുന്നു. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നത് കൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മായിയുടെ അവിടെ കൊണ്ടുപോയി തീതര പ്രസര സൗഖ്യ ഭാരത ആരിവൻ ഗ്യാസും തൂക്കി പോയിടുന്നു പൈതൽ പോലെ തോളും. മഴ അനുകൂലമാണെങ്കിൽ നമ്മൾ ഇറങ്ങുള്ളൂ. ഒരുങ്ങിയൊക്കെ നിൽക്കുക ഗൈസ്. പക്ഷേ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചാറി. അപ്പം നമ്മൾ അലക്കിയിട്ട തുണിയൊക്കെ എടുത്ത് വിരിച്ചു. നമ്മളിനിയിപ്പം പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോകുന്ന വഴി മാവേലി സ്റ്റോറിൽ ചെന്നിട്ട് വാങ്ങുന്ന സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കാം. കേശു ഉറക്കമാണ്, അടുത്ത് അർജുൻ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് മാവേലി സ്റ്റോറിലോട്ട് പോകാം. ആ എരച്ചു വരുന്നത് മഴയാണോ? അത് മഴയാണ്. കുട്ടി ഓടി വരൂ. എന്താ അമ്മായി പറഞ്ഞത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ലെന്ന്, അമ്മായിക്ക് നേരമില്ലെന്ന് എടുക്കാൻ. അമ്മായി വെളുത്തുള്ളിയും കൈ പിടിച്ച് നിൽക്കുക. എനിക്ക് വട്ടാണ് നിങ്ങളുടെ അമ്മായി പറഞ്ഞത്. നിങ്ങളത് മനസ്സിലാക്കണം. എന്റെ അമ്മായി അത് ഉറങ്ങുന്നു. ഓടിക്കോളോ. അമ്മയുടെ മൾബറി നിൽക്കുന്ന മൾബറിയിൽ ചെറിയ ചെറിയ കായ്കനികൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ നനയത്തില്ല ഗൈസ്. അപ്പൊ നമുക്ക് മഴയൊന്ന് തോരട്ടെ. അപ്പം മാവേലി സ്റ്റോറിൽ പോകാൻ അല്ലെങ്കിൽ സപ്ലൈകോയിൽ പോകാൻ വേണ്ടി തയ്യാറായിരിക്കുന്നവരെയാണ് നിങ്ങൾ കാണുന്നത്. അമ്മ വിത്ത് ഷാൾ, എനിക്ക് ചുരിദാർ, ഞാൻ കുർത്ത, ബാഗ്, സഞ്ചി, ചിറ്റ. ഞങ്ങളെങ്ങാണ്ട് വലിയ ഏതാണ്ട് ടൂറിന് പോകുന്ന ഒരു ഫീലാണ് ഇപ്പോൾ. ഞങ്ങൾ പോകുന്നത് സപ്ലൈകോയിൽ പോയിട്ട് വർഷങ്ങളോളമായി. ഇന്നിപ്പോ എന്താണോ 2 ദിവസം കൊണ്ട് ഇങ്ങനെ മനസ്സിൽ തോന്നി സപ്ലൈകോയിൽ ഒന്ന് പോയേക്കാൻ, അന്നാ ഒന്ന് പോയേക്കാൻ. എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് അറിയില്ല, ചെന്നാലേ അറിയുള്ളൂ. മഴയാ മഴ. അയ്യോ, അവനോടി. അവനിപ്പോ കാറിനെടുത്ത് ചെന്ന് കാണും. കൊട ബാഗിനകത്ത്. കുഞ്ഞുള്ളതുകൊണ്ട് അമ്മയും ചിറ്റയും കുഞ്ഞും കൂടെ കുടയ്ക്കകത്ത് പോട്ടെ. അത്ര വലിയ മഴയില്ല, എന്നാലും അവരെ സേഫാക്കി വിടണമല്ലോ. നമുക്ക് ഇച്ചിരി മഴ നനഞ്ഞ് നടക്കാം ഗൈസ്. മഴ പോയി, ചാറുവാണേ, ചെറിയ ചെറിയ ചാറ്റലേ ഉള്ളൂ. അണ്ടേ പേരയ്ക്കൊക്കെ പ്ലാസ്റ്റിക് കൂടിലാക്കി ഇട്ടേക്കുന്നുണ്ടോ ഗൈസ്, അണ്ണാൻ കൊത്താതിരിക്കാൻ. വണ്ടിയെ കയറി പയ്യെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. മഴ പെയ്യുന്നുണ്ട്. ഈ അവിടെ ചെന്ന് ഒരു സപ്ലൈകോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വീഡിയോ എടുക്കുന്നത് അർജുനാണ്, പക്ഷെ അവനെ കാണാൻ പാടില്ല. ആ ഒരു നിന്നെ നീ കാണിച്ചാടാ. ഞാൻ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. നീ വീട്ടിൽ ചെന്നിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതിയായിരുന്നല്ലോ. ഒരുത്തരൊരു ഇൻഡിക്കേറ്റർ ഇട്ടതാ. ഞങ്ങള് വണ്ടിയിൽ ഒരു കൂലിക്ക്. നീ ആ തങ്കച്ചന്റെ കടയുടെ മുന്നിൽ ഒന്ന് പ്രതിഷ്ഠിച്ചേക്കണം. തീർച്ചയായിട്ടും പ്രതിഷ്ഠിക്കാം. തങ്കച്ചന്റെ കടയുടെ മുന്നിൽ ചവിട്ടണോ? കേശുപ്പണാറിയാണെങ്കിൽ അതിൽ ഇറങ്ങാനും ഉറങ്ങിയ ആളാണ്. അങ്ങനെ സപ്ലൈകോയിൽ വന്നിരിക്കുകയാണ് എല്ലാം വാങ്ങാനായിട്ട്. ഇതാണ് നമ്മുടെ സപ്ലൈകോയിലെ ചേച്ചിമാര്. കേശു എവിടാ കേശു? പക്ഷേ മുഖം അങ്ങോട്ട് ശരിയായിട്ടില്ല, ക്ലിയർ ആയിട്ടില്ല. ഇവനുണ്ടല്ലോ, ഈ നടുക്ക് നിൽക്കുന്ന ലിവൻ ഈ ഫോണ് വണ്ടിക്കകത്ത് വെച്ച് ഗൈസ്. നമ്മൾ എന്തിനാ ഗൈസ് വന്നത്? മറന്നുപോയവൻ.
അപ്പോഴത്തേക്ക് ഫോൺ എന്തിയടാ അത് വണ്ടിക്കകത്തോണ്ട് ചേച്ചി നോക്കിയപ്പോൾ അവൻ അടിപൊളി മഴ. നമുക്ക് ചെറ്റപ്പുഴ ആശുപത്രി കയറി കാപ്പി കുടിച്ചാലും എന്നാ ഒരു സിറ്റുവേഷനാണ് നോക്ക് ഗൈസ്. മഴക്കോട്ടിട്ട് വരുന്ന വനിതകൾ 2410 രൂപയ്ക്കുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത്. എല്ലാം എടുക്കാൻ പോവാണ്. ബില്ലൊക്കെ അടിച്ച് പൈസയൊക്കെ കൊടുത്ത്. എല്ലാം എടുത്തിടുകയാണ് ഗൈസ്. നമ്മുടെ കാർഡിൽ നമ്മൾ അരിയും കുറേ സാധനങ്ങളും മേടിച്ചു. ചിറ്റ കാർഡ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ചിറ്റയ്ക്ക് സാധനങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ചിറ്റയുടെ കാർഡിൽ നിന്ന് നമ്മൾ അരിയും വെളിച്ചെണ്ണയും പഞ്ചസാരയും മുളകുമാണ് വാങ്ങിച്ചത്. എല്ലാം ആയോ അമ്മ? അരി കിട്ടണ്ടേ? അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോവാണ് ഗൈസ്. നല്ല പോകണം. അവൻ്റെ കയ്യിൽ 2 വട്ട സാധനം, എൻ്റെ കയ്യിൽ 1 വട്ട സാധനം. താണ്ട് കേസുമ്മയും ചിട്ടമ്മയും കേസു അമ്പടിച്ചുണ്ട്. ഒത്തിരി മേടിച്ചു. കേശുനൊന്നും മേടിച്ചില്ല. കേശുവിന് മോഹം കൊണ്ടു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചു. ഇനി അതെല്ലാം നേരത്തെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ 12,500 രൂപയുടെ സാധനം, 2,500 രൂപയുടെ സാധനം എടുത്തിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് ഈ സാധനം എല്ലാം നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാൻ എന്തായാലും ഉണ്ടാക്കി ഉണ്ടെന്നൊക്കെ ഉള്ളത്. എല്ലാ സാധനം മേടിച്ചു കുടിക്കണമെന്നൊരാഗ്രഹം. അപ്പൊ ഞങ്ങൾ ഇച്ചിരി വെള്ളം കുടിക്കണം. ഇച്ചിരി വെള്ളം കൂടെ കുടിച്ച് നല്ലോണം അങ്ങ് വേർത്തു. മഴയാന്ന് പറഞ്ഞിട്ട് ഇച്ചിരി വെള്ളവും കൂടെ കുടിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങ് പോകാന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണേ. ഞങ്ങളുടെ ദേവപ്പച്ചായിരുന്നു വണ്ടി ഓടിക്കുന്നത്, വണ്ടി ഡ്രൈവിങ് ചെയ്യുന്നത്. നിങ്ങളുടെ കൊച്ചിപ്പം 2 ദിവസം വീട്ടിലുള്ളതും കൊണ്ടാണ്. അതെ, അവളുള്ളതുകൊണ്ടാണ് സത്യം. ഇപ്പൊ ഞങ്ങൾ മാവേലിസ്റ്റോറിൽ വന്നിട്ട് കാലങ്ങളോളം, എനിക്കൊന്നൊരു 10-15 വർഷം, 15 വർഷമല്ല അതിന് മേലെ മാവേലിസ്റ്റോറിൽ സാധനം മേടിച്ചിട്ട്. അങ്ങനെ പോകാറില്ലായിരുന്നു മാവേലിസ്റ്റോറിൽ. എന്തായാലും ഇന്ന് എന്തായാലും 2 കൽപ്പിച്ച് പോകുന്നു. ഇപ്പൊ 4 കിലോ അരിയേ കിട്ടിയുള്ളൂ. 15-ാം തീയതി കഴിയുമ്പം 8 കിലോയും കൂടെ തരാമെന്ന് പറഞ്ഞു. 2 കാർഡിന് 2 കാർഡിനാ കേട്ടോ, 1 കാർഡിന്റെ. പിന്നെ എക്സ്ട്രാ 2 കിലോ ചോദിച്ചാൽ വില കൂടെ 40 രൂപയാവും. കുഴപ്പമില്ലായിരുന്നു. പിന്നെ പോട്ടപ്പോ ഇത് അങ്ങനെ മാവേലി സ്റ്റോറിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മളിവിടെ പാലാത്രയിൽ അവക്കാഡോ എന്ന് പറയുന്ന കടയിൽ വന്നിരിക്കുകയാണ് ഷെയ്ക്ക് കുടിക്കാൻ. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. ഷാർജ ഷെയ്ക്ക് അമ്മ കുടിക്കാൻ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? കോസ്റ്റ് കുലുക്കിയാണ് മേടിച്ചത്. അങ്ങനെ നമ്മൾ ഷേക്ക് ഒക്കെ കുടിച്ചു. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോവാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഷേക്ക്? കേശു വഴക്കുണ്ടാക്കുന്ന കേശു, കള്ള കേശു. അപ്പൊ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ഇന്നത്തെ യാത്ര പര്യവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ തിരികെ സാധനങ്ങളൊക്കെ മേടിച്ച് ഷേക്ക് ഒക്കെ കുടിച്ച് വന്നു. അപ്പൊ ഇനി എന്നൊക്കെ മേടിച്ച് നോക്കിയുള്ളത് വീട്ടിൽ തന്നെ കാണിക്കാം.